ആരാധകന്റെ പേര് മറ്റേ ആറാട്ടണ്ണൻ എന്ന് വിളിക്കുന്ന ഒരുത്തനല്ലേ. അവൻ ഒരു ദിവസമേ ഞാനൊരു ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടേ, നന്ദു ചേട്ടനില്ലേ, പുള്ളി ചായ കുടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആ പുള്ളിയുടെ നിന്ന് കൈ കൊടുത്തിട്ട് പോകുന്നേരം പുള്ളിയുടെ തോളിൽ ഇങ്ങനെ പാറ്റ് ചെയ്യുന്നു. ഞാൻ നന്ദു ചേട്ടനെ കണ്ടപ്പോൾ ചോദിച്ചു, നന്ദു ചേട്ടൻ പുറത്ത് തട്ടിയ ചെവിക്കല്ലടിച്ച് പൊട്ടിക്കണ്ടേന്ന് ചോദിച്ചു അവൻ്റെ. അപ്പോൾ നന്ദു ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ഞാൻ വല്ലോ അത് ചെയ്തിട്ട് വേണം ഇനി ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നവന്മാരെല്ലാം കൂടെ എന്നെ തെറി വിളിച്ച് എടാ അത് വേറൊരു ലോകമാടാ, ഞാൻ എന്തോ ചെയ്യാന്. ഹൂയിസി എന്റെ വല്ലം പുറത്താണ് തട്ടുന്നത്, ചെപ്പ അടിച്ചെന്ന് തിരിച്ചളഞ്ഞു. അവൻ എന്ത് അധികാരമാണുള്ളത് ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് കടന്നു കയറാൻ? നിങ്ങൾ കുറെ പേര് ചേർന്നിട്ട് ഏതോ ഒരു ഊളനെ, ഈസ് മെന്റലി അൺസ്റ്റേബിൾ, ഒരാളെ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുകയാണ്. എന്നിട്ട് അയാള് ഒരാളുടെ പേഴ്സണൽ സ്പേസിനകത്ത് കടന്നിട്ട് അയാളുടെ തോളി തട്ടിയിട്ട് പോവുകയാണ്. അത് നന്ദുചേട്ടൻ സഹിക്കണം എന്ന് പറഞ്ഞാൽ നന്ദുചേട്ടന്റെ ടെൻഷൻ ഇതാണ്, എടാ ഞാൻ ഇനി വല്ലോ തിരിഞ്ഞ് ചെയ്ത പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാം കൂടി ഇതാ പറയുക. എന്നിട്ട് പുള്ളി അവനെന്തോ തിരിഞ്ഞെന്ന് പറയുന്നുണ്ട്, ഇവരൊക്കെ മറ്റേ തിരുവനന്തപുരം മാഫിയയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്ത് മാഫിയ? ഒരു മര്യാദ വേണ്ടേ? നിങ്ങൾക്ക് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനത്തെ കുറെ വീഗേഡ് ആയിട്ടുള്ള കുറെ മനുഷ്യരെ കൊണ്ടുവച്ചിട്ട് യു പീപ്പിൾ കോൾ ദം സെലിബ്രിറ്റീസ്. സെലിബ്രിറ്റി എന്ന് പറയുമ്പോൾ അറിയപ്പെടുന്ന ആളുകളുടെ ഇംഗ്ലീഷ് വിശേഷണമാണ് സെലിബ്രിറ്റി. സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ആളുകൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഓക്കെയാണ്. പക്ഷെ ഒരാളുടെ ശരീരത്തിലേക്ക് കടന്നു കയറാൻ ഈ പറയുന്ന ആർക്ക് അധികാരമുള്ളത്? പുള്ളി എന്ന് ആളുകൾക്ക് പുള്ളിക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണോ? പുള്ളി ചെല്ലുമ്പോൾ എല്ലാ നടിമാരും ഇതാണോ? നിത്യ മേനോൻ എന്ന് പറയുന്ന ഒരു നടിയെ നിരന്തരമായിട്ട്, എന്റെ വീട്ടിലെ പെങ്കൊച്ചിനെ വല്ലതാണ് ഇങ്ങനെ എതിരെന്നുണ്ടെങ്കിലുണ്ട്, ഞാൻ ഇന്ന് ജയിലിലാണ്. ആ പെൺകുട്ടി നിരന്തരമായിട്ട് ഫോൺ ചെയ്ത് അവർ ഫോൺ നമ്പർ മാറ്റി പോകണം. അവർ എത്രയോ ഫോൺ നമ്പേഴ്സ് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു എന്ന് പറഞ്ഞു. അവർക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിലാക്കിയിട്ടുണ്ട്. നിങ്ങൾ ആ പെൺകുട്ടിയുടെ സ്ഥാനത്ത് നിന്ന് എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ട് അതിന്റെ ഒരു തീവ്രത എന്താണെന്നുള്ളത്? എന്നിട്ട് അവർ നിരസിച്ചു എന്ന് പറഞ്ഞാൽ ഇവൻ ഒരു ദിവസം ആസിഡ് എടുത്തുകൊണ്ടെന്ന് ഒഴിച്ച് എന്ത് ചെയ്യും? ഒരു ഉത്തരവാദിത്വം പറയും. അപ്പൊ ഒരു സ്ത്രീ പുറത്തിറങ്ങുമ്പോൾ അവരുടെ മനസ്സിൽ വെപ്രാളം എന്തായിരിക്കും? അയ്യോ ഈ കൂട്ടത്തിനിടയിൽ ഇവൻ ഉണ്ടായിരിക്കുമോ, ഇവൻ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളൊരു ഭയത്തിലല്ലേ. ഒരു മനുഷ്യൻ എങ്ങനെ ഭയത്തിൽ ജീവിക്കുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഒരു ഉൾക്കിടലത്തോടെ ജീവിക്കുന്ന നിങ്ങൾ കാണിക്കുന്ന സാധനമൊക്കെ ഭയങ്കര നിങ്ങൾക്ക് തമാശയായിരിക്കും. പക്ഷെ ഇത് മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾ ആലോചിക്കാത്തത്? നമ്മൾ അപ്പുറത്തെ സൈഡിലൂടെ നിന്നൊന്ന് ആലോചിക്കണ്ടേ? കാര്യം അല്ലെങ്കിലും നിങ്ങൾ അതായത് ജേർണലിസ്റ്റ് അല്ലെങ്കിലും നിങ്ങൾ സ്വയം അവകാശപ്പെടുന്നത് നിങ്ങൾ ജേർണലിസ്റ്റുകളാണ്, ഞങ്ങൾ മീഡിയ ആണ്, ഞങ്ങൾ പ്രസ്സാണ് എന്നല്ലേ നിങ്ങൾ അവകാശപ്പെടുന്നത്. ആ അവകാശപ്പെടുമ്പോൾ നിങ്ങൾ അവരുടെ സൈഡിൽ നിന്ന് കൂടെ ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾക്ക് വിൽക്കാനുള്ളൊരു സാധനത്തിന് വേണ്ടിയിട്ട് നിങ്ങളൊരു സംവിധാനം ചെയ്യുന്നു, എന്നിട്ട് അങ്ങനെ വിൽക്കപ്പെടുന്ന ഒരു സാധനത്തിന് നിങ്ങൾക്ക് ലാഭം കിട്ടുന്നു. പക്ഷേ നിങ്ങൾ വിൽക്കുന്ന ആ സംഭവം എന്ന് പറയുന്നത് മറ്റു മനുഷ്യർക്ക് ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്താണെന്ന് എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കും. ഞാൻ ആക്ച്വലി നിങ്ങളെല്ല പറയുന്നത്, ഞാനൊരു ഒരു ജനറലായിട്ട് ഞാൻ പറയാണ്. ഇതിലെ അക്കൗണ്ടബിലിറ്റി അതാണ് വിഷയം. തരികിട സാബു പേര് തന്നെയുണ്ട്, തരികിട്ടാങ് പ്രോഗ്രാംസ് അത്യാവശ്യം എല്ലാവരും കണ്ടിട്ടുള്ള. ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ എനിക്കറിയത്തില്ല, 2000 തുടക്കം സമയങ്ങളിലൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ വഴിയെ വരുന്നവരെ പറ്റിക്കുക, അതിനുശേഷം അവർക്ക് ഗിഫ്റ്റുകളൊക്കെ കൊടുക്കുക. ഗതികേട് കൊണ്ട് പലരും നിന്ന് കൊടുക്കാറുണ്ട്, തെറി പറയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട്. ക്യാമറ ഓണാണല്ലോ, ഗിഫ്റ്റ് കിട്ടിക്കഴിയുമ്പോൾ സന്തോഷമാവും. ചില കേസുകളിലൊക്കെ തരികിട സാബുവിനെ തല്ലാൻ വില പിടിച്ച കേസുകളുണ്ട്. അവർ പെട്ടെന്ന് ക്യാമറമാനും എല്ലാവരും ഇടപെട്ട് കഴിയുമ്പോൾ TV ആണ്, പ്രോഗ്രാമാണ്, ചാനലിൽ ഇടാനുള്ളതെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ചിലർ കൂളാവും, ചിലർ ആ ടെമ്പർ ഇങ്ങനെ കടിച്ചു തന്നെ നിൽക്കും. സാബു ഇവിടെ വന്നിരുന്നു, സന്തോഷ് വർഗീനാണല്ലോ പുള്ളി പറയുന്ന, ആറാട്ടണ്ണൻ, അലൻ ജോസ് പരേര, കിംബോയ്, നിരവധി താരങ്ങളുടെ ഉണ്ട്. വേണുവിൻ്റെ വിഷ്ണു പറയുന്നു, വേണുവിനെ തോളെ തട്ടി. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ആറാട്ടണ്ണൻ എത്ര വലിയ പ്രശ്നക്കാരൻ. ആറാട്ടൊക്കെയാണ് രംഗം പറഞ്ഞ് പുള്ളി വൈറലായി. പിന്നീട് ശേഷം പുള്ളി ആ പേത്താൻ വേണ്ടി പുള്ളി നോക്കുന്നുണ്ട്, ഇട്ടിട്ട് പോയില്ല. ഓൺലൈൻ മീഡിയ പുള്ളി പറയുന്ന പോലെ മീഡിയാസ് എന്ന് പ്രസ് എന്ന് പറഞ്ഞ് സ്വയം മുമ്പോട്ട് വന്നിരിക്കുന്ന ഓൺലൈൻ മീഡിയാസ്, അവർ വഴി പ്രൊമോട്ട്. ഈ ഓൺലൈൻ മീഡിയാസിനെ ആരാണ് മുമ്പോട്ട് കൊണ്ടുവരുന്നത്? ഈ സിനിമാ പ്രവർത്തകർ, തരികിട സാബു വർക്ക് ചെയ്യുന്ന സിനിമ എന്ന് പറയുന്ന മേഖലയിൽ ഉള്ളവരാണ് ഇവരെ മുമ്പോട്ട് കൊണ്ടുവരുന്നത്. ഇവരുടെ പ്രൊമോഷൻ, സിനിമ വരുന്നതിന് മുമ്പുള്ള പ്രൊമോഷൻസ് പണ്ട് ചാനലുകളിൽ വന്നിരിക്കാൻ, ന്യൂസ് ചാനൽ, പിന്നീട് ഈ യൂട്യൂബ്, ഫേസ്ബുക്ക് ഇങ്ങനെയൊക്കെ വന്നേ പിന്നെ ഇവർക്ക് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ ഓൺലൈൻ മീഡിയാസ് വേണം. അപ്പോൾ ഇവർ തന്നെയാണ് ഓൺലൈൻ മീഡിയാസിനെ പ്രൊമോട്ട് ചെയ്ത്. നമുക്കറിയാം ഹൈദരാലി പോലെയുള്ള ചാനലുകൾക്ക് ഇവർ ഈ സംസാരിക്കുന്ന ചാനൽ തന്നെ ഇവർ PR വർക്കിന് വേണ്ടി ഇവർ യൂസ് ചെയ്യുന്നതാണ് അല്ലേ? അല്ലെന്ന് സാബുവിന് പറയാൻ പറ്റൂ? ഇല്ല. എല്ലാ സിനിമാക്കാരും ഇന്നിപ്പം അവർ തിരിയുന്നതും വളരുന്നതൊക്കെ അവർ ഇടുന്നതും ആ തിയേറ്ററിൽ വരുന്നതും റെസ്പോൺസും, പുതിയ പടം കാണണം, ഞാൻ എത്തിയിരിക്കുന്നു, ആരാധകരെ എന്ന് ഡാറ്റയൊക്കെ കൊടുക്കുന്നത് ഈ ഓൺലൈൻ മീഡിയാസ്. അതായത് സാബു പറയുന്ന പോലെ പ്രസ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഓൺലൈൻ മീഡിയാസ്. ആറാട്ടണ്ണനൊക്കെ പടം കാണാൻ വരുമ്പോൾ ആറാട്ടണ്ണൻ പരേരൊക്കെ പറയുന്നുണ്ട് അവർക്ക് പൈസ കിട്ടുന്നുണ്ട്, പടത്തിന് റിവ്യൂ കൊടുക്കുന്നുണ്ട്. ആരാ പൈസ കൊടുക്കുന്ന? സിനിമാക്കാർ തന്നെ അല്ലേ?
അല്ലാതെ വഴിയെ പോകുന്ന അതിലെ കൂടെ നടന്നു പോകുന്ന ചേട്ടൻ വന്നിട്ട് 6 പേരെ നിങ്ങൾ പടം കണ്ടതിൽ സന്തോഷമുണ്ട്, 4000 രൂപ അല്ല 2000 രൂപ അല്ല 5000 രൂപ കയ്യിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവരാരും കൊടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ, ഇല്ല. അപ്പോൾ ആരാ കൊടുക്കുന്നത്? സിനിമാക്കാർ. സാബു ആരാണ്? സിനിമയിൽ പ്രവർത്തിക്കുന്ന വ്യക്തി, ചാനലിൽ പ്രവർത്തിക്കുന്ന വ്യക്തി. നന്ദുവിനോട് സംസാരിക്കും, ശരിയാണ്, പുള്ളി സംസാരിക്കാൻ വന്നു, തോളി തട്ടി അടിച്ച് താല്പര്യമില്ല എന്ന് പറഞ്ഞ് അങ്ങ് ഒഴിഞ്ഞു മാറി, അതവിടെ മതിയില്ലേ? അല്ലാതെ പിന്നെ എനിക്ക് മോശം തോന്നിയത് നിത്യാമേനോൻ്റെ കേസിലാണ്. പുള്ളി വിളിച്ച് 2-3 തവണ വിളിച്ച് കാണും, അല്ലെ 4, 5, 10, 20 എത്ര വിളിച്ച് കാണുമെങ്കിൽ നമ്പർ മാറേണ്ട സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അത് മോശമായിപ്പോയി. ഇതിൽ ആറട്ടെണ്ണം ഈ ആദരെടുത്ത് മോത്തറിയാൻ മാത്രമൊന്നും കപ്പാസിറ്റി അങ്ങേർക്കുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങേരുടെ വീഡിയോസ് കാണുന്നവർ അങ്ങനെ അറിയാവുന്നവർക്കും അറിയാം. എനിക്ക് വ്യക്തിപരമായിട്ടൊന്നും അയാൾ അറിയത്തില്ല. നിങ്ങൾ കാണുന്ന പോലെ തന്നെ ചാനലിൽ കണ്ടുള്ളവരുള്ള. പിന്നെ തിയേറ്ററിൽ എങ്ങോട്ട് ആ വഴി പോയപ്പോൾ ഒരു പ്രാവശ്യം പുള്ളിയുടെ എന്തൊരു സ്കൂട്ടി ഉണ്ടല്ലോ, അതേ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു പ്രാവശ്യം. എന്താ പറ്റുക ബാറ്ററി വെഹിക്കിൾ. ആളൊരു അയ്യോ ഭാവ കേസാണ്. പുള്ളി ആണ്ട് PhD ചെയ്യുന്നു, എന്തോ എഞ്ചിനീയറോ ക്വാളിഫൈഡ് ആണ്. പിന്നെ 2 സിസ്റ്റേഴ്സ്, അവർ അമേരിക്കയിലാണ്. അസിസ്റ്റന്റ് മോൾ ഡോക്ടറാണ്. അങ്ങനെയൊക്കെ ഫാമിലിയൊക്കെ അത്യാവശ്യം വെൽ സെറ്റിൽഡ് ആണ്. പിന്നെ പുള്ളി ഇങ്ങനെ സിനിമയും ഇങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ സിനിമാക്കാർ തന്നെ 2-3 പടത്തിൽ പുള്ളിക്ക് റോളും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണേ, ഈ സിനിമാക്കാർ തന്നെയാണ് ഇവരെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത്, അല്ലാതെ വഴിയെ പോകുന്ന പിന്നെ ഈ ഓൺലൈൻ മീഡിയാസ്. ആരാണ് ഓൺലൈൻ മീഡിയാസിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട്? സിനിമാക്കാർ. ആരാണ് ആറാട്ടണ്ണനെ മുമ്പോട്ട് കൊണ്ടിരിക്കുന്നത്? സിനിമാക്കാർ. അരവിന്ദ് ജോസ് പെരേരയും ഈ പറഞ്ഞ ഗെംബോയിനെയൊക്കെ പ്രോത്സാഹിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടിരിക്കുന്നവരാണ് സിനിമാക്കാരാണ്. അവർ സിനിമയെ റോൾ കൊടുക്കുമ്പോൾ സിനിമയിൽ ഡയറക്ടറും സിനിമാ പ്രവർത്തകരും സിനിമാക്കാരിൽ പെടില്ലേ? അല്ലെ അന്യരായിട്ട് വരുമോ? സിനിമയുടെ നല്ലത് പറയുകയാണെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും സന്തോഷമാണ്. സിനിമയെക്കുറിച്ച് മോശം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ശത്രുക്കളാണ്. ഇവർക്കെല്ലാവർക്കും ഇപ്പം ഇവർ തിരിയുന്നതും വളർന്ന് ഇപ്പം ചെറിയ സിനിമയിൽ എവിടെയെങ്കിലും ഒരു മുഖം കാണിച്ചൊരു വ്യക്തിയാണെങ്കിൽ പോലും ഇന്നിപ്പോൾ എല്ലാവർക്കും അറിയാം. കാരണം ഈ സോഷ്യൽ മീഡിയ ഓൺലൈൻ മീഡിയാസ് കൊണ്ടുകൊണ്ടാണ് ചില കാര്യങ്ങൾ എനിക്ക് വിളിക്കാത്തോടത്ത്, യൂട്യൂബേഴ്സിൻ്റെ ചിലരുടെ കല്യാണത്തിൽ വിളിക്കാത്തോടത്ത് കയറി ചെന്ന് അവരെ ബുദ്ധിമുട്ടിക്കുന്നത്. പക്ഷേ തിയേറ്ററുകളിൽ വരുമ്പോൾ ഇവർക്ക് പ്രൊമോഷൻ കൊടുക്കുന്നത് ഇവർ തന്നെയാണ്. ഇവർ ഇടുന്ന കണ്ടന്റ് കൊണ്ടാണ് ഇവരൊക്കെ ഇത്രയും ഫേമസ് ആകുന്നത്. ഈ തരികട സാബുവിന് ഇപ്പം ഇവിടെ നിന്ന് സംസാരിക്കാനുള്ള അവസരം കിട്ടിയത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ ഓൺലൈൻ മീഡിയ കൊണ്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ സാബുവിനെ എല്ലാം കൊണ്ട് എടുത്തു ഏഷ്യാനെറ്റിലോ സൂര്യൻ ഇതുപോലെ മണിക്കൂറോളം ഇരുന്ന് സംസാരിക്കാൻ അവർക്ക് അവസരം കിട്ടില്ല. സത്യമല്ലേ? എല്ലാ നടീനടന്മാർക്കും ഇന്ന് മണിക്കൂറോളം എപ്പം വേണേലും വന്നിരിക്കാനുള്ള അവസരം കിട്ടുന്ന ഈ ഓൺലൈൻ മീഡിയ കൊണ്ടുണ്ട്. മറ്റത് ഏഷ്യാനെറ്റ് സൂര്യ ഉള്ള കാലഘട്ടങ്ങൾ ഇവരുടെ പുറകെ നടന്ന് നമ്മളൊരു അവസരം ചോദിക്കണം. ഓണത്തിനോ ക്രിസ്മസിനോ എല്ലാം അവസരം കിട്ടിയാൽ ഭാഗ്യം. ഈ ഫംഗ്ഷൻ ഡേയ്സിലെല്ലാം ഒരു അവസരം കിട്ടാറില്ല. പിന്നീട് പടം റിലീസ് ചെയ്യുന്ന ദിവസം രാവിലെ പുലർവേളയിൽ വന്ന് 1/2 മണിക്കൂർ ഇരിക്കാൻ അവസരം കിട്ടും. അതാണ് അവർക്ക് ആകെ കിട്ടിയിരുന്ന അവസരം. ഇന്നിപ്പോൾ അവർക്ക് എപ്പം വേണമെങ്കിലും ഒരു ഓൺലൈൻ മീഡിയ കൂടി എനിക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞാൽ അവർക്ക് അപ്പോഴേ മീഡിയ റെഡി. വീട്ടിലാണെങ്കിൽ വീട്ടിൽ, തിയേറ്ററിലാണ് തിയേറ്റർ, അല്ലെങ്കിൽ ലൊക്കേഷനിലൊക്കെ അവരെത്തി ഈ സാധനം എടുക്കുക, എയറിയുക. അങ്ങനെ പ്ലസ് പോയിന്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതെടുത്ത് റിയാക്ട് ചെയ്യുന്നവരുണ്ട്, റിയാക്ഷൻ ചെയ്യാൻ നടത്തുന്നവർ. ചിലവരുടെ ഭാഷയിൽ പറഞ്ഞാൽ അട്ടകൾ. ഒരു അനിയനൊക്കെ നമ്മളെക്കുറിച്ച് പറയുന്നത് സെക്രട്ടേറിയറ്റ് അങ്ങനെ റിയാക്ട് ചെയ്യുന്ന ആൾക്കാർ ചാനലുകളിൽ മറ്റുള്ളവരുടെ കണ്ടന്റ് എടുത്ത് അട്ടകളാണെന്നാണ് പറയുന്നത് എന്നൊക്കെയാണ് അളിയൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നവരുടെ കുറിച്ച് അവരുടെ വിവരങ്ങളെല്ലാം കൂടെ ശേഖരിച്ച് ഒരു വീഡിയോ അളിയനിടുമ്പം അളിയൻ ഏത് അട്ടയാണ് ഏത് എനിക്കറിയത്തില്ല. അളിയൻ ഈ കാനഡയിൽ ഇരുന്നുകൊണ്ട് റിയാക്ട് ചെയ്യുന്നത്, മഞ്ഞിൻ്റെ ഇടയിൽ ഇരുന്നുകൊണ്ട് റിയാക്ട് ചെയ്യുന്ന ചാനലുകൾ നശിപ്പിക്കണം. അറിയത്തില്ല യൂട്യൂബിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചുകൊണ്ടാണ് ഈ ചാനലുകളെല്ലാം പ്രവർത്തിക്കുന്നത്. അല്ലെന്നുണ്ട് ഈ ചാനലൊക്കെ എന്നെ അടിച്ചു പോകൊണ്ടാണ്. പിന്നെ ഇന്ത്യ പോലെ രാജ്യത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന കാര്യമുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യം. പക്ഷേ ഈ അഭിപ്രായ സ്വാതന്ത്ര്യം അന്യന് ദോഷമാകും. ഇപ്പോൾ ഒരാളെ തെറി പറയുക അങ്ങനെ പറയുന്ന ചാനലുകൾ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. നല്ല രീതിയിൽ പ്രവർത്തിച്ചു വന്ന റിയാക്ഷൻ ചാനൽ. ഞാൻ റിയാക്ഷൻ ചാനലിനകത്ത് നിയമവശങ്ങളാണ് കൂടുതൽ ഞാൻ സംസാരിക്കുന്നത്. ഇവിടെ ഈ സാബു പറയുന്നുണ്ട് ഇങ്ങനെ ആറാട്ടെണ്ണൻ ഇങ്ങനെ പ്രശ്നക്കാരനാണ്, പെൺകുട്ടിയെ വിളിച്ചെന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഇവരാരും ലീഗലി മൂവ് ചെയ്യുന്നില്ല? വിത്ത് പ്രൂഫ് വീഡിയോ ഉണ്ടല്ലോ. അയാളെ തല്ലാനടിച്ച് പറക്കാനല്ല പോകേണ്ട. അയാൾക്കെതിരെ നിയമപരമായിട്ട് നിങ്ങൾ പോവുക. നിത്യാമേനോനെ ഇങ്ങനെ വിളിച്ച കോൾസ് റെക്കോർഡ്സ് ഉണ്ടോ? നിങ്ങൾക്ക് നിയമപരമായിട്ട് പോകുക, പോലീസ് കേസ് ഫയൽ ചെയ്യുക. നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ ആറാട്ടെണ്ണൻ മോഹൻലാലിനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു, എന്നിട്ട് മോഹൻലാൽ എന്താ ഡിഫാമേഷന് കേസ് കൊടുത്തില്ലേ? എന്തുകൊണ്ട് കൊടുക്കാത്തത്? അമ്മ അസോസിയേഷൻ എന്തുകൊണ്ട് ആറാട്ടെണ്ണെതിരെ കേസ് ഫയൽ ചെയ്യാതെ? സിദ്ദിഖൊക്കെ ലീഗലി മൂവ് ചെയ്യാനൊക്കെ വലിയ മുമ്പോട്ട് പോകുന്ന ആൾക്കാരാണല്ലോ. മോഹൻലാലിനെ കുറിച്ച് ചെകുത്താൻ അന്ന് വയനാട്ടിൽ പോയതിനെതിരെ എന്തുകൊണ്ട് അതുപോലെ ആറാട്ടെണ്ണെതിരെ കേസ് ഫയൽ ചെയ്യാത്ത? ഇവിടെ നിങ്ങൾ വന്ന് പറയുന്നുണ്ടല്ലോ അയാളെ തല്ലുമെന്നും പറിക്കുമെന്നൊക്കെ. നിങ്ങൾ സിനിമാക്കാർ തന്നെയാണ് ഇവരെ വളർത്തിവിടുന്നത്. എന്നിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ ഇപ്പോൾ വനിത എന്നുള്ള തിയേറ്ററിൽ ഒരു റിലീസിൻ്റെ അന്ന് ഒരുപാട് പേർ അഭിപ്രായം പറയുന്നുണ്ട്. പല വേഷത്തിൽ വന്നുകൊണ്ട് പല വിധത്തിൽ ശ്രദ്ധ ഇതിനെ കാണാറുണ്ടോ? ഇതിനെ നവമാധ്യമങ്ങൾ ജേർണലിസത്തിന്റെ പുതിയ സാധ്യതയായിട്ടാണ് സാബുമാൻ? അല്ല, അത് എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയാണ്. ഇങ്ങനെ പല കോലം കെട്ടലുകളും പ്രൊമോഷൻസും സാധനവും ഒക്കെ നടക്കും. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ സെലിബ്രിറ്റീസ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് തോന്നിയ ദിവസം കാണിക്കാനുള്ളതാണ് എന്ന് വേറെ കുറെ സെലിബ്രിറ്റീസ് വിചാരിക്കേണ്ട ഒരു കാര്യമില്ല. മനസ്സിലായി? ഇത് രണ്ട് ഇപ്പം ഈ പറഞ്ഞ പോലെ ഈ പാരലൽ വേൾഡ് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ ഈസ് ആൻ ഇൻഡസ്ട്രി. എനിക്കറിയാവുന്ന മനുഷ്യരോടെല്ലാം പറയും നിങ്ങൾ ഇവരെ എന്റർടൈൻ ചെയ്യരുത് എന്ന് പറയും. അവിടെ ഒരു ഷോ മെറ്റീരിയലായി മാറരുത്. കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഇവൻ എന്ത് ചെയ്യും? ഇവൻ മാറി നിന്നിട്ട്
ഐ കോൾ ദം പാപ്പരാസീസ്. ഇത് പാപ്പരാസീസ് ആണ്. ഇതേ പാപ്പരാസീസുകളാണ് ഡയാനയെ കൊന്നു കളഞ്ഞത്. ഇതേ പാപ്പരാസീസുകളാണ് ഒരുപാട് മനുഷ്യരുടെ ജീവിതം തകർത്ത് കളഞ്ഞിട്ടുള്ളത്. അതായത് ഒളിക്യാമറ വെച്ച് നടക്കുന്ന കുറെ മഞ്ഞപത്രക്കാർ, അവർക്ക് ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ല. ഈ സിനിമാക്കാർ തന്നെയാണ് മഞ്ഞപ്പത്രക്കാർ, അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത മഞ്ഞക്കാർ. ഈ എന്തിനു പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ ഓൺലൈൻ മീഡിയ ആണ്, നിങ്ങൾ പറയുന്നത് പ്രസ് എന്ന് അവകാശപ്പെടുന്ന ഓൺലൈൻ മീഡിയ ആണ്, നിങ്ങൾ എന്തിനാണ് വന്നിരിക്കുന്നത്? എന്തിന്? നിങ്ങളുടെ പ്രൊമോഷന് വേണ്ടിയാണോ? നിങ്ങളുടെ PR വർക്ക്, നിങ്ങളുടെ വർക്കുകളെക്കുറിച്ച് പറയാൻ വേണ്ടി, നിങ്ങളുടെ വർക്കുകളെക്കുറിച്ച് ലോകത്തിന് മുമ്പ് അറിയിക്കാൻ വേണ്ടി, നിങ്ങളുടെ പുതിയ സംഭവങ്ങൾ വരുന്നുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി നിങ്ങൾ തന്നെയാണ് വളർത്തുന്നത്. ഈ ഓൺലൈൻ മീഡിയാസിനെ വളർത്തുന്നതും നിങ്ങളാണ് വളർത്തുന്നത്. നിങ്ങളെപ്പോലെ ഓരോ സിനിമാക്കാരന്മാർക്കും അതിൻ്റെ അകത്ത് പങ്കുണ്ട്. നിങ്ങളുടെ മനസാക്ഷിയോട് ചോദിച്ചു, നിങ്ങളുടെ സുഹൃത്തുക്കളോട് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, അവരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക. നിങ്ങൾ പറയുന്നത് എന്നിട്ട് അവർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടല്ലോ. നിങ്ങളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്, ഈ മീഡിയയിൽ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത സ്വയം മീഡിയ ന്യൂസ് എന്ന് അവകാശപ്പെടുന്ന ഈ ഓൺലൈൻ ചാനലിൽ വന്നിരിക്കുമ്പോൾ നിങ്ങളും പ്രോത്സാഹിപ്പിക്കുക അല്ലേ? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.